96% ഐസ് നിറഞ്ഞ ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും വലിയ 5ാമത്തെ ഭൂഖണ്ഡമായി നിൽക്കുന്ന മഞ്ഞുകൊണ്ട് മാത്രം രൂപപ്പെട്ട വളരെ വലിയൊരു ഭൂഖണ്ഡം നമ്മുടെ ഭൂമിയിലുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് അന്റാർട്ടിക്ക. ലോകത്തെ 7 ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിട്ടും അതിൽ വലിപ്പത്തിൽ 5ാം സ്ഥാനമുള്ളതും ഓസ്ട്രേലിയയും യൂറോപ്പിനെയുംക്കാൾ ഏരിയ കവർ ചെയ്യുന്നതുമായിട്ടുള്ള അന്റാർട്ടിക്കയിൽ നിന്നും ശുഭകരമായിട്ടുള്ള റിപ്പോർട്ടുകളല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി പുറത്തോട്ട് വരുന്നത്. അതിലൊന്നെന്ന് പറയുന്നത്, ലോകത്തുള്ള ആകെ ശുദ്ധജലത്തിൻ്റെ 60% ഉൾക്കൊള്ളുന്ന ഭൂമിയുടെ സമുദ്രനിരപ്പിനെ ഇന്ന് കാണുന്ന രീതിയിൽ പിടിച്ചു നിർത്തുന്ന അന്റാർട്ടിക്കയുടെ പല ഭാഗങ്ങളും ഉരുകുകയാണ് എന്ന് മാത്രമല്ല, അവിടെയൊക്കെ തന്നെ വലിയ തോതിൽ പച്ചപ്പ് നിറയാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന തോതിലുള്ള പഠനങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള പല ജേണൽസിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ അന്റാർട്ടിക്ക പച്ചപ്പ് നിറയുന്നത് നല്ലതല്ലേ എന്നൊരു ചോദ്യത്തിനേക്കാൾ ഭൂമിയെ ഇങ്ങനെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി ഐസ് കൊണ്ട് മൂടപ്പെട്ട ആ ഒരു ഭൂഖണ്ഡം എന്നേക്കും വേണം എന്നുള്ള ഉത്തരമാണ് പറയാനുള്ളത്. അതായത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം മാറുന്നു, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അന്റാർട്ടിക്കയിൽ മഞ്ഞ് നഷ്ടമാകുന്നതും ആ സ്ഥലത്തേക്ക് പുതിയ പച്ചപ്പുകൾ അതിജീവിക്കുന്നതും. ഭൂമിയിലാകമാനം കടലിൻ്റെ നിരപ്പുയരുന്നു എന്നുള്ളത് വസ്തുതാപരമായി നമുക്ക് കാണാൻ കഴിയുന്നതും പലതരത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്നതുമായ യഥാർത്ഥത്തിലുള്ളൊരു ഈവൻ്റാണ്. അതേസമയം അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല ഭൗമോപരിതലത്തിലെ കാറ്റുകളുടെ ദിശ മാറുന്നതും താപനില വ്യതിയാനവും നമ്മൾ ജീവിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കും വരൾച്ചയ്ക്കും കാലം തെറ്റി വരുന്ന മഴയ്ക്കുമൊക്കെ തന്നെ കാരണമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ലോകത്തിലെ ഏറ്റവും തണുത്തുറഞ്ഞ, ഏറ്റവും ഡ്രൈ ആയ, അപ്രതീക്ഷിതമായ രീതിയിൽ കാറ്റ് വീശുന്ന ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. നമ്മുടെ ഫ്രീസറിൽ കാണപ്പെടുന്ന താപനിലയേക്കാൾ വളരെ വളരെ താഴ്ന്ന താപനിലയാണ് ഒരു നോർമൽ അന്റാർട്ടിക്കൻ കണ്ടീഷൻ. -10°C മുതൽ -60°C വരെ താപനില താഴുന്ന, സൂര്യൻ്റെ പ്രകാശം വ്യക്തമായിട്ട് കിട്ടാത്ത ഈ ഒരു ഭൂഖണ്ഡത്തിൽ പലതരത്തിലുള്ള കാറ്റുകളുണ്ട്, സമുദ്രക്കാറ്റുകളുണ്ട്. സർക്കംപോളാർ കറണ്ട് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം കാറ്റുകളാണ് സത്യത്തിൽ അന്റാർട്ടിക്കയെ കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ മറ്റു പ്രദേശത്ത് നിന്ന് വ്യത്യസ്തമാക്കി നിലനിർത്തുന്നത്. അപ്പോൾ ഈ ഭൂഖണ്ഡത്തിൻ്റെ ഒരു സൈസിനെ കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞല്ലോ. അത് ഏകദേശം 1.4 കോടി സ്ക്വയർ കിലോമീറ്ററോളം വലിപ്പത്തിലാണ് കിടക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ മഞ്ഞിൻ്റെ കട്ടി എന്ന് പറയുന്നത് 3 കിലോമീറ്റർ മുതൽ 4.8 കിലോമീറ്റർ ശരാശരിയാണ്. അതായത് നിങ്ങൾ അന്റാർട്ടിക്കയുടെ എവിടെ ചെന്ന് കുഴിച്ചാലും മിക്ക ഭാഗങ്ങളിലും നമുക്ക് തറ കാണണമെങ്കിൽ 3 കിലോമീറ്ററെങ്കിലും ആഴത്തിൽ കുഴിക്കേണ്ടതായിട്ട് വരും. സൗരയൂഥത്തിൽ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത പല ഗ്രഹങ്ങളെയും കണ്ടെത്തിയതിന് ശേഷമാണ് അന്റാർട്ടിക്കയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ലോകത്തിന് കിട്ടുന്നത്, അല്ലെങ്കിൽ മനുഷ്യർക്ക് കിട്ടുന്നത് എന്ന് അന്റാർട്ടിക്കയെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു തംബ്നെയിലുള്ള വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. പക്ഷേ അവിടെയുള്ള ജീവജാലങ്ങളുടെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അവിടെ പെൻഗ്വിൻസും സീലുകളും വ്യത്യസ്ത തരത്തിലുള്ള കടൽ ജീവികളാണ് ഉള്ളത്. പെൻഗ്വിനല്ലാതെ അല്ലെങ്കിൽ ഈ സീലുകളല്ലാതെ വലിയ തോതിലുള്ള ജീവികളൊന്നും ജീവിക്കാൻ സാധ്യതയില്ല. എങ്കിലും എവിടെയെങ്കിലും മഞ്ഞുരുകിപ്പോയി കഴിഞ്ഞാൽ അവിടെ മണ്ണുണ്ടെങ്കിൽ പലതരത്തിലുള്ള പായലുകൾ, അതായത് മോസുകളും ആൽഗകളും ലൈക്കൺസും ഒക്കെ വളരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് അന്റാർട്ടിക്കയുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള റെവല്യൂഷൻ നമുക്ക് സംസാരിക്കേണ്ടി വരിക. ഏകദേശം 18 കോടി വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന സ്ഥലത്തല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗോണ്ട്വാന എന്ന് പറയുന്ന ഒരു സൂപ്പർ കോണ്ടിനെൻറ്റിലായിരുന്നു ഒരുപാട് ഭൂമിയിലെ ഭൂഖണ്ഡങ്ങളും ഒത്തുചേർന്നിരുന്നത്. അവിടെ നിന്ന് പൊട്ടി വേർപെട്ടിട്ടാണ് പല പ്ലേറ്റുകളും പല വഴിക്ക് പോയത്. അക്കൂട്ടത്തിൽ അന്റാർട്ടിക്ക ചെന്ന് എത്തിപ്പെട്ടത് ഭൂമിയുടെ ഏറ്റവും തെക്കൻ പോളാർ റീജിയനിലായിരുന്നു എന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ അന്റാർട്ടിക്ക അവിടെ ഉള്ളത്. മുഴുവൻ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത് പോലെ ചിത്രങ്ങളെ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് കരപ്രദേശമുണ്ട് എന്നും ഇത് തെക്കൻ ഭാഗത്തെത്തി നിരന്തരം മഞ്ഞ് അട്ടിയിട്ട് വരുന്നതിന് മുമ്പ് ഒരുപാട് മരങ്ങളും ജീവജാലങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു, പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രദേശമായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. അന്റാർട്ടിക്കയിൽ ആദ്യകാലങ്ങളിൽ പര്യവേഷണം നടത്തിയ പല വ്യക്തികൾക്കും അതിനുള്ള ഫോസിലൈസ്ഡ് ആയിട്ടുള്ള എവിഡൻസ് ലഭിക്കുകയും ചെയ്തു. അന്റാർട്ടിക്കയിൽ അട്ടിയിട്ട് കിടക്കുന്ന മഞ്ഞിനടിയിൽ പണ്ടുണ്ടായിരുന്ന ഒരുപാട് ജീവജാലങ്ങളുടെ അവശേഷിപ്പുകൾ ഉറഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാലത്തുണ്ടായിരുന്ന വൈറസുകളും ബാക്ടീരിയകളും ഫംഗസുകളും പോലെയുള്ള രോഗം പരത്തുന്ന സൂക്ഷ്മാണുക്കൾ ഈ അലിയുന്ന മഞ്ഞിനിടയിൽ നിന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ അത് പുറംലോകവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാനും നമുക്കറിയാത്ത തരത്തിലുള്ള ജനിതക ഘടകങ്ങളുള്ള ബാക്ടീരിയകളൊക്കെ ആണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫോസിൽ എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ ഈ മീസോസോയിക് ഇറയിലൊക്കെ തന്നെ അന്റാർട്ടിക്ക വളരെയധികം കാട് പിടിച്ചു കിടന്ന ഒരു പ്രദേശമായിരുന്നുവെന്നും ഇന്നത്തെ പോലെ തണുത്തുറഞ്ഞ് കിടന്നതായിരുന്നില്ല എന്നുമുള്ളതിനുള്ള തെളിവുണ്ടല്ലോ. അപ്പോൾ ഭൂമിയുടെ കാലാവസ്ഥയും ചൂടിൻ്റെ ഒരു വിതരണവും ഒക്കെ തന്നെ വ്യത്യസ്തമായിരുന്നു. അതിനുശേഷമാണ് ഏകദേശം 3.5 കോടി വർഷങ്ങൾ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മഞ്ഞ് വീണതിന് ശേഷം അന്റാർട്ടിക്ക ഇന്ന് കാണുന്ന രീതിയിൽ ഐസ് ഷീറ്റുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂഖണ്ഡമായിട്ട് മാറുന്നത്.
അതിനുശേഷം ഒരു സ്റ്റെബിലൈസേഷൻ സംഭവിക്കുകയായിരുന്നു. അതായത് ഐസ് കൊണ്ട് ലോക്കാകാനായിട്ട് ആരംഭിച്ചു. ഈ ലോക്കാകുന്നതിനോടൊപ്പം തന്നെ അന്റാർട്ടിക്കയുടെ മഞ്ഞിനടിയിൽ കോടിക്കണക്കിന് വർഷം അന്റാർട്ടിക്കയിലെ മരങ്ങളും മറ്റും അക്യുമുലേറ്റ് ചെയ്ത കാർബൺ സിങ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞിനടിയിൽ സത്യത്തിൽ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെറും മണ്ണ് മാത്രമല്ല, കോടിക്കണക്കിന് വർഷം അന്റാർട്ടിക്കയിൽ ഉണ്ടായിരുന്ന മരങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ തന്നെ അട്ടിയിട്ട രൂപത്തിൽ ഭൂമിയിലേക്ക് വരാത്ത വിധത്തിൽ കാർബണിൻ്റെ രൂപങ്ങളെ അത് സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ന് നമ്മളത് അഡ്രസ്സ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഭൂമിയുടെ താപനില കൂടുന്നു. ഈ ഭൂമിയുടെ താപനില കുറച്ച് നിർത്തുന്നതിൽ അന്റാർട്ടിക്കയ്ക്ക് വലിയ പങ്കുണ്ട്. അതൊരു ലൂപ്പ് പോലെയാണ്. അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സംഭവം ഉണ്ടാകുന്നു, അതിൻ്റെ ഫലമായി മറ്റൊന്നുണ്ടാകുന്നു, ഇത് ആദ്യത്തെ സംഭവത്തെ ആക്സിലറേറ്റ് ചെയ്യുന്നു എന്നതുപോലെയാണ് പ്രവർത്തിക്കുന്നത് ആൽബിഡോ എഫക്റ്റ്. അതായത് നമുക്ക് ഗൂഗിൾ എർത്ത് വഴിയും മറ്റൊക്കെ തന്നെ അന്റാർട്ടിക്കയുടെ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് അത് ഏറ്റവും തെക്കൻ ഭാഗത്താണെങ്കിലും പൂർണ്ണമായിട്ട് നല്ല വെളുത്ത രീതിയിലാണ് കാണപ്പെടുന്നത്. മഞ്ഞിൻ്റെ ഒരു പ്രത്യേകതയാണ്. കടൽ വെളുത്തല്ല കാണപ്പെടുന്നതെങ്കിലും കടലിലെ വെള്ളം, പ്രത്യേകിച്ച് ശുദ്ധജലം, മഞ്ഞായിട്ട് മാറുന്ന സമയത്ത് അത് നല്ലപോലെ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. മഞ്ഞിന് പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. പ്രകാശത്തെ മാത്രമല്ല, ചൂടിനെ കൂടി റിഫ്ലക്റ്റ് ചെയ്യിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കളയാനുള്ള ശേഷിയാണ് നമ്മൾ സാധാരണ ആൽബിഡോ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ മഞ്ഞ് ഉരുകി കഴിഞ്ഞാൽ ഈ മഞ്ഞിൻ്റെ രൂപത്തിൽ വെള്ള നിറത്തിലിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഉരുകി കടലിലേക്ക് എത്തുകയും കടൽ കുറച്ചുകൂടെ ഡാർക്കർ ആയതുകൊണ്ട് ആൽബിഡോ എഫക്റ്റ് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അത് റിഫ്ലക്ഷൻ കുറയ്ക്കും, ഭൂമിയുടെ ചൂട് കൂട്ടും, അത് വീണ്ടും മഞ്ഞുരുക്കും, റിഫ്ലക്ഷൻ കുറയ്ക്കും, ഭൂമിയുടെ ചൂട് കൂട്ടും. അതാണ് ഞാൻ ലൂപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ അന്റാർട്ടിക്കയുടെ മഞ്ഞ് എവിടെ ഉരുകി തുടങ്ങുന്നുവോ അത് പിന്നീട് ആക്സിലറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് എഫക്റ്റാണ് അവിടെ ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അന്റാർട്ടിക്കയുടെ പല സ്ഥലങ്ങളും ഇപ്പോൾ ഏകദേശം 3 ഡിഗ്രി സെൽഷ്യസിന് അധികമായി കഴിഞ്ഞ 50 വർഷമായിട്ട് ചൂട് കൂടുന്നുണ്ട്. IPCCയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇത് പോളാർ റീജിയൻസിൽ ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്ന് കാണാൻ സാധിക്കും. അന്റാർട്ടിക്കയിൽ ഇത്തരത്തിൽ ഐസ് ഉരുകുന്ന സ്ഥലത്ത് ഗ്രീനറി ഉണ്ടാകുന്നതിനെക്കുറിച്ച് പഠനം നടത്തുന്നത് ബ്രിട്ടീഷ് അന്റാർട്ടിക്കൻ സർവേ ഇൻസ്റ്റിറ്റ്യൂട്ടും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയൊക്കെ ചേർന്നുകൊണ്ടാണ്. അവരുടെ പഠനപ്രകാരം മോസുകളും ആൽഗകളും ലൈക്കണുകളും ഒക്കെ തന്നെ ഐസ് ഇല്ലാത്ത ഭാഗത്ത് പടരുന്നതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ എമൗണ്ടുകളും സാറ്റലൈറ്റ് ഡേറ്റയുടെ അടിസ്ഥാനത്തിലുള്ള എക്സ്പ്ലനേഷനുകളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. നിലവിൽ ഏകദേശം 1679 ടൈപ്പ് ഓഫ് ആൽഗെ ബ്ലൂമുകളാണ് അന്റാർട്ടിക്കയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അത് 25 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 1 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ നിന്നും 11 മുതൽ 14 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലേക്ക് വ്യാപിച്ചതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗ്രേസ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഉണ്ട്. അതിൻ്റെ ഡാറ്റ റിവീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ഏകദേശം 150 ബില്യൺ ടണ്ണോളം ഐസാണ് മഞ്ഞായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിലെ വലിയ വലിയ മഞ്ഞുപാളികൾ പൊട്ടി മാറിയതിന് ശേഷം മെയിൻലാൻഡിൽ നിന്നും കടലിലേക്ക് വീഴുന്നതായിട്ട് കാണാൻ കഴിയും. 2017 ദ ലാർസൻ സീ ഐസ് ഷെൽഫ് എന്ന് പറയുന്ന വലിയൊരു പ്രദേശം പൊട്ടി മാറി മഞ്ഞുരുകി കടലിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ പലതരത്തിലുള്ള അപകടങ്ങൾ കടലിൽ വിളിച്ചു വരുത്തുമെന്ന് മാത്രമല്ല, ഗ്ലോബൽ സീ ലെവലിനെ വലിയ തോതിൽ ഉയർത്തുന്നതിനും ഇത്തരത്തിലുള്ള മഞ്ഞുരുകലുകളും മഞ്ഞുകട്ടകൾ കടലിലെത്തുന്നതും കാരണമാകാറുണ്ട്. 1970കളിലാണ് ചെറിയ തോതിലുള്ള മോസിൻ്റെ ഗ്രോത്തിനെ ഗവേഷകർ മനസ്സിലാക്കുന്നത്. 90കളാകുമ്പോൾ അത് വളരെ വലിയ തോതിൽ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ടും 2000 ആയപ്പോൾ അത് സത്യത്തിൽ ബൂം ചെയ്യുന്നതായിട്ടും ഗവേഷകർക്ക് മനസ്സിലായി. അതുമായി ബന്ധപ്പെട്ട ചില റിസർച്ച് പേപ്പറുകൾ നേച്ചറിൻ്റെ വെബ്സൈറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പച്ചപ്പെന്ന് പറയുന്നത് അന്റാർട്ടിക്കയിലും ഓക്സിജൻ ഉണ്ടാക്കാൻ സഹായിക്കില്ലേ എന്ന് നിങ്ങൾ ചോദിക്കരുത്. കാരണം മരുഭൂമിയിൽ പെട്ടെന്ന് പച്ചപ്പുണ്ടാകുന്നതും അന്റാർട്ടിക്കയിൽ പെട്ടെന്ന് പച്ചപ്പുണ്ടാകുന്നതും അത്ര നല്ല സൂചനയല്ല. വനവൽക്കരണം നല്ലതാണെങ്കിലും അതിന് ചില സ്ഥലങ്ങളുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വലിയ വലിയ വാണിങ്ങുകളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമുക്കറിയാം. അത് ഏകദേശം ഒരു 420 പാർട്സ് പെർ മില്യണിൽ കൂടുതലാകുകയാണെങ്കിൽ അത് അന്തരീക്ഷത്തിൻ്റെ താപനിലയെ കാര്യമായ രീതിയിൽ സ്വാധീനിക്കും. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ 25 മടങ്ങ് കൂടുതൽ ചൂടിനെ ട്രാപ്പ് ചെയ്ത് ഭൂമിയുടെ ചൂട് കൂട്ടുന്ന ഒരു വാതകമാണ് മീഥൈൻ എന്ന് പറയുന്നത്. സത്യത്തിൽ അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതൽ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രലോകം ഭയപ്പെടുന്നത് മീഥൈൻ പുറത്തോട്ട് വരുന്നതാണ്. ഇത്തരത്തിൽ മഞ്ഞ് അധികമായി ഉരുകുന്നത് ഓഷൻ കറണ്ടിനെ വലിയ തോതിൽ ബാധിക്കുമെന്ന് മാത്രമല്ല, മഴ പെയ്യുന്നതിൻ്റെ ഒരു ലെവലിനെയും മഞ്ഞ് പെയ്യുന്നതിൻ്റെ ലെവലിനെയും എക്കോസിസ്റ്റത്തിൻ്റെ നിലനിൽപ്പിനെയൊക്കെ തന്നെ വളരെയധികം ബാധിക്കും. മാത്രമല്ല, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ 2100 ആകുന്നതോടുകൂടി ഇന്ന് കാണുന്നതിനേക്കാൾ 2 മുതൽ 3 മീറ്റർ വരെ കടലിൻ്റെ ജലനിരപ്പ് ഉയരുകയും തൊയ്റ്റ്സ് ഗ്ലേഷ്യർ പോലെയുള്ള വലിയ വലിയ മഞ്ഞ് കട്ടകൾ
കടലിലേക്ക് എത്തിച്ചേർന്ന് കടലിൻ്റെ ലെവൽ ഒരു മഞ്ഞുകട്ട വരുമ്പോൾ പോലും ശരാശരി 65 സെൻറ്റിമീറ്റർ വരെ ഉയരാൻ കാരണമാവുകയും ചെയ്യും എന്നാണ് ഗവേഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുകയും അവിടെയുള്ള കടൽ സമ്പത്തിനെയൊക്കെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് മാത്രമല്ല, പുറം ലോകത്തു നിന്ന്, അതായത് ഭൂമിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻവേസീവ് സ്പീഷീസുകൾ അന്റാർട്ടിക്കയിലേക്ക് കുടിയേറുന്നത് അവിടുത്തെ സ്വഭാവം കൂടുതൽ മാറ്റുക കൂടി ചെയ്യും. ഇതിനോടൊപ്പം തന്നെ ജെറ്റ് സ്ട്രീമുകളെന്ന് പറയുന്ന ഭൂമിയുടെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ, അതായത് നമ്മൾ കാണുന്ന ഒരു ലെയറിന് മുകളിൽ കാണപ്പെടുന്ന ആ ഒരു പ്രത്യേക ടൈപ്പ് സ്ട്രീമുകളുടെ സ്വഭാവം മാറുകയും യൂറോപ്പിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ഹീറ്റ് വേവുകളുണ്ടല്ലോ, അത് ലോകത്തിൻ്റെ പല ഭാഗത്തും വൻതോതിൽ ആഞ്ഞടിക്കുകയും ചെയ്യുമെന്ന് മാത്രമല്ല, വലിയ തോതിൽ കാടുകൾ തീ പിടിക്കുന്നതിന് വരെ കാരണമായി മാറാവുന്ന സംഭവങ്ങൾ അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്നത് കൊണ്ടുണ്ടാകും. എന്നാൽ ചില രാജ്യങ്ങൾ ഇതിനെ ഒരു അവസരമായിട്ടാണ് കാണുന്നത് എന്ന് പറയാതെ വയ്യ. ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും റിസോഴ്സുകൾ അന്വേഷിച്ച് മനുഷ്യൻ പായുമ്പോഴും വേൾഡിൽ ഒരുപാട് രാജ്യങ്ങൾ ഒന്നിച്ച് അംഗീകരിച്ച അന്റാർട്ടിക്കൻ ട്രീറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അന്റാർട്ടിക്കയിൽ പോയി ഖനികൾ ഉണ്ടാക്കാത്തതും പെട്രോളിയം റിസർവുകൾ കണ്ടെത്താൻ ലോകരാജ്യങ്ങൾ നടക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ മഞ്ഞുരുകുമ്പോൾ അവിടെയുള്ള ഗ്രൗണ്ട് തെളിഞ്ഞു വരികയും ആ ഭാഗത്ത് ഓയിലുണ്ടോ എന്നറിയാൻ വേണ്ടി വളരെയധികം എണ്ണക്കൊതിയന്മാരായ സമ്പത്ത് മാത്രം അന്വേഷിക്കുന്ന രാജ്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. അതിന് അമേരിക്കയെന്നോ റഷ്യയെന്നോ ചൈനയെന്നോ ഇന്ത്യയെന്നോ വ്യത്യാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. 2040 ഇങ്ങനെ സംഭവിക്കുന്നതിനെക്കുറിച്ച്, അതായത് അന്റാർട്ടിക്കയിലെ റിസോഴ്സുകൾ തേടി പോകുന്ന ഒരു മിഷനെക്കുറിച്ച് ഞാൻ സങ്കല്പിച്ചെഴുതിയ ഒരു ഫിക്ഷണൽ നോവലിൻ്റെ ഓഡിയോ വെർഷനായിട്ട് ഞാൻ മറ്റൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിൽ ഞാൻ ഈ ഒരു നോവലുമായി ബന്ധപ്പെട്ട വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ കഥ പോലെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇറ്റ്സ് മീ JR എന്ന് പറയുന്നതാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ ഇത്തരത്തിൽ മഞ്ഞില്ലാതാകുമ്പോൾ ഇതൊരു ജിയോ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ആവുകയും രാജ്യങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അന്റാർട്ടിക്കയെ അതിക്രമിച്ച് കയറുകയും ചെയ്യും. അന്ന് ഐക്യരാഷ്ട്രസഭയ്ക്കൊന്നും ഒരുപക്ഷെ ഇത് നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്കയിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് മഞ്ഞുരുകുക അല്ലെങ്കിൽ പച്ചപ്പുണ്ടാവുക എന്നതിൽ ഒതുങ്ങുന്നില്ല. പകരം ഭാവിയിൽ മനുഷ്യൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്നും നിലവിൽ നമ്മൾ താമസിക്കുന്ന കരപ്രദേശത്തേക്ക് കടൽ കയറി വരുമ്പോൾ മുംബൈയും തിരുവനന്തപുരവും കൊച്ചിയും ഒക്കെ വെള്ളത്തിൽ മുങ്ങുന്നത് നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് അന്റാർട്ടിക്കയിലെ ഗ്രീനിങ്. നമ്മളെയൊന്നും ബാധിക്കുന്നില്ലല്ലോ, അതങ്ങ് കിലോമീറ്റർ കണക്കിന് അകലെയുള്ള അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ സംഭവിക്കുന്നതല്ലേ എന്ന് ചിന്തിച്ചിരിക്കേണ്ട. അവിടെ എന്ത് സംഭവിച്ചാലും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന പ്രദേശങ്ങളിലൊന്ന് കേരളമാണ്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കും നമ്മുടെ കുടുംബത്തിനും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്കും അത്യാഹിതങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കുന്നതിനും വേണ്ടി നിങ്ങൾ 51ഓളം കമ്പനികളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് 25% വരെ ഇളവോടുകൂടി ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സും ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുമല്ലോ.